3 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിപ്പോടി ചൂലെ. അവന്റെ അലറൽ കേട്ട് ആ പുട്ടിക്കുട്ടി ഓടിയ വഴി പുല്ല് പോലും മുളക്കില്ല. ഓരോന്ന് വന്നോളും ഒരു കിൻഡില് പുട്ടിയും തെച്ചുണ്ട് മനുഷ്യനെ മെനക്കെടുത്ത്. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ശിവ അവന്റെ ചേറിലിരുന്നു. അവന്റെ പിറുപിറുക്ക കേട്ടുകൊണ്ടാണ് അഭിയ അജു അവന്റെ ക്യാബിനിലേക്ക് കയറി വന്നത്. എന്താണ് MD സാറേ, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു? അവന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അഭി ചോദിച്ചു. ഒരെണ്ണം ഉണ്ടല്ലോ അവിടെ വേർപ്പിക്കാൻ. ആര്? അവളോ മാളവികയോ? അജു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ആ പിശാചി തന്നെ. അവളുടെ പ്രേമം വണ്ണം കേട്ട. ശിവയുടെ കലിപ്പ് തീരുന്നില്ല. അതൊക്കെ വെറും ഇൻഫാക്ച്വേഷൻ ആണ്, മാറിക്കോളും. അല്ല, നീ പാറുവിനെ വിളിച്ചില്ലേ? ഇന്നലെ നിങ്ങളുടെ ഡേറ്റ് തീരുമാനിക്കുന്നത് കല്യാണത്തിന്റെ? അജു ചോദിച്ചു. ഇല്ല, അവളുടെ ക്ലാസ് കഴിയാറാവുമ്പോഴേക്കും പിക്ക് ചെയ്യാൻ പോണം. ഇവിടെ എന്താ നടക്കുന്നതെന്നല്ലേ? അതായത് ഈ 3 വർഷങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അന്ന് പാറുവിന്റെ ഹോസ്പിറ്റൽ വാസമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ശിവ എന്നും അവളെ കാണാൻ വരുമായിരുന്നു. പതിയെ പതിയെ അവൾ റിക്കവർ ചെയ്യാൻ തുടങ്ങി. എല്ലാം പഴയ പോലെ ആയെങ്കിലും ദീപു എല്ലാവരുടെ ഉള്ളിൽ ഒരു നോവായി മാറി. ആരും അവനെ കാണാനൊന്നും ശ്രമിച്ചിരുന്നില്ല. ശിവയുടെയും കൂട്ടരുടെയും കോളേജ് ജീവിതം അവസാനിച്ചു. പഠനം കഴിഞ്ഞ് ശിവയും അജു ആബിയും ശിവയുടെ ഓഫീസിൽ കയറി. ഒരു കൊല്ലം അവർ അവിടെ ട്രെയിനികളായിരുന്നു. ശിവ MDയുടെ മകനാണെന്ന് ആർക്കും അറിഞ്ഞിരുന്നില്ല. ബിസിനസ് കാര്യങ്ങളും അതിന്റെ ട്രിക്സും അവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ ശിവയെ തന്റെ ബിസിനസ് ഏൽപ്പിച്ച് രാജൻ വിശ്രമ ജീവിതം തിരഞ്ഞെടുത്തു. ഇപ്പൊ ബിസിനസ് നോക്കി നടത്തുന്നത് ശിവയാണ്. അജു അബിയും അവന്റെ കൂടെ കമ്പനി തന്നെ കൂടി. ഓഫീസിൽ ശിവയുടെ അഗാധമായ പ്രണയമൂത്ത് പുറകെ നടക്കുന്നതാണ് മാളവിക. ശിവയുടെ നിശ്ചയം കഴിഞ്ഞതെന്നും ആർക്കും അറിയില്ല. അവർക്കെല്ലാം സിംഗിളായ കലിപ്പനായ MDയാണ് ശിവ. മാളവിക എന്നും ശിവയോട് ഇഷ്ടം പറഞ്ഞു ചെല്ലും. ശിവ അവളെ ആട്ടും. ഇത് കണ്ട് കണ്ട് ശീലമായോണ്ട് ആരും മൈൻഡാക്കില്ല. പാറുവും പിള്ളേരും ഇപ്പൊ ഫൈനൽ ഇയർ ആണ്. ഇതിനിടെ നിമ്മി ആദ്യം അങ്ങ് വളച്ചു. അവർക്കും വേണ്ടേ ജീവിതം. ജിത്തുവിനും സച്ചിക്കും 6 മാസം വ്യത്യാസത്തിൽ കുഞ്ഞ് ജനിച്ചു. പ്രാർത്ഥന ശ്രീജിത്ത് എന്ന പാത്തുവും ശ്രദ്ധ സച്ചിൻ എന്ന തുമ്പിയും. പാത്തുവിനും തുമ്പിക്കും ആരെക്കാളും പ്രിയം അവരുടെ പാറുമ്മയാണ്. പാറു കോളേജിൽ നിന്ന് വന്ന 2 പേര് അവളുടെ കൂടെയാണ്. നിലയം ഗ്രൂപ്പ്സ് ജിത്തുവിനെയും സച്ചിയെ ഏൽപ്പിച്ച് ദേവനും കൃഷ്ണനും കൂടെ പേരക്കുട്ടികളെയും കളിപ്പിച്ച് വീട്ടിലിരിപ്പായി. ഇന്ന് പാറുവിന്റെയും ശിവയുടെയും കല്യാണത്തിന് തീയതി നിശ്ചയിക്കുന്ന ദിവസമാണ്. കുറച്ച് സമയം കൂടെ ശിവയോട് സംസാരിച്ച് അഭിയും അജു അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അജു അഭിയും അവിടെ നിന്ന് ഇറങ്ങിയ സമയം മാളവിക വീണ്ടും ശിവയുടെ അടുത്തേക്ക് ചെന്നു. ഇവള് കുറെ മേടിക്കും സാർ. ശിവ തലയുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന മാളവിക കണ്ടതും അവന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. എന്താ? കുറച്ച് കാലത്തിൽ തന്നെ ഇരിക്കട്ടെ. അത് ഞാൻ പറഞ്ഞ കാര്യം. ശോ, അവള് നാണം കൊണ്ട് പൂത്തുലയുന്നു. എനിക്ക് വയ്യ. സി മാളവിക, തന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിലേക്ക് ഇതും പറഞ്ഞു വരരുതെന്ന്. എന്റെ കൺട്രോളിൽ പോയ ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. സോ ഇറങ്ങിപ്പോടി പൂതനെ. അവള് പിന്നെ ഓടി. ഇനിയും വരും കുറച്ചു കഴിയുമ്പോ. നിനക്ക് എന്തിന്റെ കേടാ മാളു? മാളവികയോട് അവളുടെ ചങ്ക് ബടി ശരണ്യ ചോദിച്ചു. എന്റെ ഷാരു, അയാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ ഞാനിത് തുടരും. കിട്ടുമ്പോ പഠിക്കും. അങ്ങയുടെ ഈ ലുക്കിന് അങ്ങേർക്ക് വേറെ ആളുണ്ടാവും. നീ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ ചങ്കേ. ഓവ്. ശിവയുടെ ഭരണി അവരെ തേടി വരുന്നതിന് മുമ്പ് 2 പേരും സംസാരം നിർത്തി ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കുറച്ചു നേരം കൂടെ ക്യാമ്പിൽ നിന്ന് ശിവ കീയുമെടുത്ത് പുറത്തിറങ്ങി. ക്ലാസ് കഴിഞ്ഞ് പാറു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാറി ചാരി കൈ കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടത്. അവളുടെ കണ്ണുകൾ വിടർന്നു. അച്ചുവിനോടും മറ്റുള്ളവരോടും പറഞ്ഞ് അവൾ അവന്റെ അടുത്തേക്ക് ഓടി. ഇതെന്താ ഇവിടെ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പാറു പരിഭവം പറഞ്ഞു. ശിവ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. പാറു പെട്ടെന്ന് ചുറ്റും നോക്കി. വീട് മനുഷ്യ, റോഡാണ്. അവൾ അവന്റെ കയ്യിൽ നിന്നും കുതറി. അടങ്ങ് പെണ്ണേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഡേറ്റ് തീരുമാനിക്കണ്ടേ? കള്ളച്ചിരിയോടെ കണ്ണിറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ നാണം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ പുഞ്ചിരി അവൻ സ്വയം മറന്നു നിന്നു. പിന്നെ എന്തോ ഓർമ്മ വന്ന പോലെ അവളെ വിട്ടു. നീ കയറിക്കേ, എനിക്ക് പലതും തോന്നുന്നുണ്ട്. ചുണ്ടുകോർപ്പിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. പാറു ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി. കാറിൽ കയറിയ ശിവ അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു. അവൾ എന്തെങ്കിലും പറയും മുമ്പ് അവളുടെ അതരങ്ങളിലേക്ക് അവൻ ആഴ്ന്നു. ആദ്യത്തെ പകപ്പ് മാറിയപ്പോ പാറുവും ചുംബനത്തിൽ ലയിച്ചു ചേർന്നു. അവളുടെ കൈകൾ അവന്റെ മുടിയിൽ കൊരുത്തു പിടിച്ചു. ശിവ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി മറു കൈ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവനോട് കൂടുതൽ അടുപ്പിച്ചു. ദീർഘചുംബനത്തിന് ശേഷം അതരങ്ങളെ മോചിപ്പിക്കുമ്പോൾ 2 പേരും നന്നായി കിതച്ചിരുന്നു. ഇന്നും ആ പൂതന വന്നല്ലേ? കിതപ്പിനിടെ പാറു അവനോട് ചോദിച്ചു. അതിന് മറുപടിയായി ശിവ നന്നായി ഒന്ന് വിളിച്ചു. അവന്റെ വളിച്ച ചിരി കണ്ടപ്പോ പാറുവും ചിരിച്ചു. ശിവ വണ്ടി മുന്നോട്ടെടുത്തു. 2 പേരും പാറുവിന്റെ വീട്ടിലെത്തിയപ്പോൾ അവരെ കാത്തുന്ന പോലെ എല്ലാവരും പുറത്തുണ്ടായിരുന്നു. ശിവയുടെ അച്ഛനും അമ്മയും കൂടെ എത്തിയിരുന്നു.
എന്താടാ വൈകിയേ? ശിവയുടെ അച്ഛൻ ചോദിച്ചു. രണ്ടും റൊമാൻസ് കളിച്ചിരുന്നിട്ടുണ്ടാവും. ചിത്തു അവരെ കളിയാക്കി. ആ അതെ, അല്ലേ ശിവേട്ടാ? പാറു ശിവയോട് ചോദിച്ചു. ശിവ അവളെ നോക്കി ചിരിച്ചു. കയറി വാ. ദേവി അവരെ അകത്തേക്ക് വിളിച്ചു. പാറു കയറിയ പാടെ പാത്തുവും തുമ്പി അവളുടെ അടുത്തേക്ക് വന്നു. അപ്പച്ചിയുടെ മക്കള് വന്നല്ലോ, ഇനിയിപ്പൊ ആരെയും വേണ്ട, മമ്മ പറഞ്ഞു. പാറുവിന്റെ കവളിൽ ഉമ്മ കൊടുക്കുന്ന തിരക്കിലായിരുന്നു പാത്തുവും തുമ്പിയും. കുറച്ചു നേരം അവരുടെ സ്നേഹപ്രകടനം നോക്കി നിന്നു. ശിവ ചെന്ന് തുമ്പിയുടെ നേരെ കൈനീട്ടി. തുമ്പി ശിവയുടെ കൈയിലേക്കും പാറുവിന്റെ മുഖത്തേക്കും നോക്കി. പാറു കണ്ണടച്ച് സമ്മതം കൊടുക്കേണ്ട താമസം തുമ്പി ശിവയുടെ കൈയിലേക്ക് ചാഞ്ഞു. രണ്ടു കുട്ടികളെ എടുത്ത് പാറുവിനെ ചേർത്ത് നിർത്തി കൊഞ്ചിക്കുന്ന അവരെ എല്ലാവരും നോക്കി നിന്നു. ഒരു കൊച്ചു കുടുംബം. അതെ, ഇന്ന് തീയതി നിശ്ചയിച്ച് നിങ്ങൾക്ക് ഇതുപോലെ 2 പ്രോപ്പർട്ടിയെ കിട്ടും. ജിത്തു അവരെ കളിയാക്കി. അതെന്താ ചേട്ടാ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനാണോ കല്യാണം കഴിക്കുന്നത്? പാറും വിട്ടുകൊടുത്തില്ല. പിന്നെന്തിനാ? സച്ചി ചോദിച്ചു. ഷോ, അതൊക്കെ എങ്ങനെയാ പറയാ, എനിക്ക് നാണാവോ? പാറുവിന്റെ പറച്ചിൽ കേട്ട് ജിത്തും സച്ചിയും വാ പൊളിച്ചു പോയി. ശിവയാണെ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. ദൈവമേ, ഈ പെണ്ണ്! ദേവി തലയെ കൈവച്ചു. ഞാൻ അല്ലല്ലോ, ഏട്ടന്മാരല്ലേ? പാറു ദേവിയോട് പറഞ്ഞു. അതെ മതി, ഇങ്ങനെയാണെ വന്ന കാര്യം നടക്കില്ല. ഇനിയും അവരെ വിട്ട വിഷയത്തിൽ നിന്ന് തെന്നി മാറുമെന്ന് തോന്നിയ ദേവൻ ഇടപെട്ടു. എന്നാ പിന്നെ വന്ന കാര്യം നോക്കാം. അങ്ങനെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അടുത്ത മാസം 10-ന് കല്യാണം നടത്താമെന്ന തീരുമാനത്തിലെത്തി. അടുത്ത മാസം ആണെങ്കിലും 1 മാസം തികച്ചില്ല കല്യാണത്തിന്. കല്യാണം പറഞ്ഞപ്പോ പാറുവിന്റെയും ശിവയുടെ ഉള്ളിൽ ഒരുപോലെ തെളിഞ്ഞത് അവരുടെ സ്വപ്നമാണ്. അതിന്റെ ഫലമായി 2 പേരിലും ഒരുപോലെ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവരുടെ സ്വപ്നത്തിലെ പോലെ തന്നെ താലികെട്ട് വേണമെന്ന് തോന്നിയത് കൊണ്ടാവാം അമ്പലത്തിൽ വെച്ച് താലികെട്ട് മതിയെന്ന് ശിവയും പാറു ഒരുപോലെ പറഞ്ഞു. അവരുടെ ആഗ്രഹം പോലെ തന്നെ നടത്താനും തീരുമാനിച്ചു. അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയാലും മണ്ഡപത്തിൽ വെച്ചും ചെറിയ പരിപാടി വേണമെന്ന് അച്ഛന്മാരുടെ നിർബന്ധമായിരുന്നു. വൈകിട്ട് റിസപ്ഷൻ കൂടെ നടത്തി കല്യാണം 1 ദിവസം കൊണ്ട് തന്നെ തീർക്കാം എന്ന തീരുമാനത്തിലെത്തി. ഹൽദി നിലയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. ചെക്കനും കൂട്ടരും നിലയത്തിലേക്ക് വരാമെന്ന് പറഞ്ഞതോടെ അതിലും ഒരു തീരുമാനമായി. അങ്ങനെ പാറു അവളുടെ ശിവനും 10-ാം തീയതിക്കുള്ള കാത്തിരിപ്പിലായി. കല്യാണം ഇങ്ങനെ അടുത്തെത്തി. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഡ്രസ്സ് എടുക്കാൻ പോവാൻ തീരുമാനമായി. പതിവ് പോലെ പാറു കോളേജിലേക്ക് പോയി. അവളുടെ സ്കൂട്ടിയിൽ തന്നെയാണ് പോയത്. കോളേജിൽ ചെന്നപ്പോ അച്ചു അവളെ കാത്തു നിൽപ്പുണ്ട്. ആദ്യം നിമ്മി എവിടെ? വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് പാറു ചോദിച്ചു. രണ്ടും കുറുകിക്കൊണ്ട് നിൽപ്പുണ്ട്. എന്താടി, അബിയേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? പോടി, എന്നും കാണുന്നുണ്ടല്ലോ. എന്നാലും ഊവേ വാ, അവരെ നോക്കാം. അച്ചുവും പാറും കൂടി ലൈബ്രറിയുടെ അടുത്തേക്ക് പോയി. ലൈബ്രറിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നേരെ ലൈബ്രറിയുടെ പുറകിലേക്ക് വെച്ച് പിടിച്ചു. ഈശ്വരാ, പകച്ചു പോയില്ലേ? അച്ചു ഒരു താങ്ങിന് പാറുവിനെ പിടിച്ചു. പാവ അച്ചു. ഉമ്മ വെച്ച കുട്ടികളുണ്ടാവും എന്ന് പണ്ടാരോ പറഞ്ഞിട്ട് ഇന്നേ വരെ അബിക്കൊരു ഫ്രഞ്ച് പോയിട്ട് നെറ്റി പോലും ഒരെണ്ണം. പിന്നെ പകച്ചു പോവില്ലേ? പിന്നെ പാറുവിനെ കുറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീത് കണ്ട് കൊച്ചിന്റെ റിലേ മൊത്തം പോയി. അത് തന്നെ ആ ഒരു ഫ്രഞ്ചൊന്നും. ആദ്യം നിമ്മി ഡാ, എവിടെ നിന്നോ 2 കിളികൾ വന്നപ്പോ പാറു അവനെ വിളിച്ചു. ആദ്യം നിമ്മി ഞെട്ടിപ്പിടഞ്ഞു മാറി. അവരെ തന്നെ നോക്കി നിൽക്കുന്ന പാറുവിനെ അച്ചുവിനെയും കണ്ടപ്പോ നിമ്മി ഒരു വളിച്ച ചിരിയും ചിരിച്ച് ആദിയുടെ പുറകിലേക്ക് നിന്നു. ആദ്യാണ് അത്യാവശ്യം നാണമൊക്കെ വാരി വിതറി നിൽക്കുന്നു. ഇതെന്ത് ജീവി, എന്തുവാടാ ഇവിടെ? പാറു അവരോട് ചോദിച്ചു. നീ കണ്ടില്ലേ, വേണേ ഒരു തവണ കൂടി കാണിക്കാം. ആദ്യ പറഞ്ഞപ്പോ പാറു അച്ചും തലയെ കൈവച്ചു. ആദ്യ കരഞ്ഞതാണ്. അവന്റെ സംസാരം കേട്ട് നിമ്മി ഒരെണ്ണം കൊടുത്തതായിരുന്നു. നിമ്മിയെ മോളെ, നീ ഇങ്ങ് പോരെ. അച്ഛൻ നിമ്മിയെ വിളിച്ചു. നിമ്മി ഓടിപ്പോയി അച്ഛന്റെ അടുത്ത് നിന്നു. ചെക്ക ഇനി ഇവിടെ മുന്നിലെങ്ങനെ ഫ്രഞ്ച് ചെയ്യാലോ? നിങ്ങൾ 2 പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കുമോ? പാറു അവരോട് ചോദിച്ചു. ഏയ്, അവര് പറയുവാണേ പട്ടി. നിമ്മി അവനെ കുറിച്ച് സ്നേഹത്തോടെ വിളിച്ചു. എന്താ അവന്റെ ഒരു ഇളി? വാ, ക്ലാസ്സിലേക്ക് പോവാം. ഇനി മേലെ നിങ്ങൾക്ക് ഉമ്മിക്കണേ വല്ല ഒഴിഞ്ഞ ക്ലാസ് നോക്കിയോ? ഇവിടെ മൊത്തം CCTV ആണ്, കേട്ടല്ലോ. ഓ, നീയും നന്ദേട്ടനും ചെയ്ത പോലെ. ശരി തമ്പുരാട്ടി. ആദ്യം അവളെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ട അവരെല്ലാം ചിരിച്ചു. വാ പോവാ. അച്ചു പറഞ്ഞപ്പോ എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. പതിവ് പോലെ ശിവയെ കാണാൻ വേണ്ടി അവന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി മാളവിക അവന്റെ ക്യാബിനിലേക്ക് കയറി. സാർ എന്നും വിളിച്ച് ക്യാബിലേക്ക് കയറി മാളു കണ്ടത് അവന്റെ ചെയറിലിരിക്കുന്ന പാറുവിനെയാണ്. യെസ്. പാറു അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഹു ആർ യു? ശിവസാർ എവിടെ? ഇയാൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? മാളു പാറുവിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അവളുടെ സംസാരം പാറുവിന് തീരെ ഇഷ്ടായില്ല. പ്രത്യേകിച്ച് അവനെ ശിവ എന്ന് പറഞ്ഞത്. നീ ശിവസാറിനോട് മാത്രമേ പറയുന്നുണ്ടോ? ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മാളുവിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പാറു ചോദിച്ചു. അതെ. മാളുവും വിട്ടുകൊടുത്തില്ല. ആഹാ, ഫയലൊന്നും ഇല്ലാതെ എന്ത് കാര്യാവോ പറയാനുള്ളത്? അത് തന്നോട് പറയേണ്ട കാര്യമില്ല, ഇറ്റ്സ് പേഴ്സണൽ. മാളു പുച്ഛിച്ചു. പാറുവിന്
ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കൂടി കഴിഞ്ഞ് സസ്പെൻസ് പൊളിയും എന്നുള്ളത് കൊണ്ട് അവള് സംയമനം പാലിച്ചു. അല്ലേ മാളു ഇപ്പൊ സ്റ്റിക്കറായനെ. മാളവിക പാറുവിനെ ഒന്ന് നോക്കി. ഫുൾ സ്ലീവ് റെഡ് ചുരിദാറായിരുന്നു അവളുടെ വേഷം. ഷാൾ ഒരു സൈഡ് പിൻ ചെയ്ത് വിടർത്തി ഇട്ടിട്ടുണ്ട്. മുഖത്ത് ചെറിയ പൊട്ട് മാത്രം. പേരിന് കണ്ണെഴുതിയിട്ടുണ്ട്. മറ്റ് ചമയങ്ങളൊന്നുമില്ല. അവൾ ഒരുപാട് സുന്ദരിയായിരുന്നു. മാളവിക അവളോട് അസൂയ തോന്നി. ഇത്രയും പൊട്ടിയിട്ടിട്ടും പാറുവിന്റെ അടുത്തെത്തിയിട്ടില്ല എന്നോർത്ത് സങ്കടവും. പാറു ടേബിളിൽ ചാരി നിന്ന് കൈ കെട്ടി മാളുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ശിവ അങ്ങോട്ട് വന്നത്. ശിവയെ കണ്ടതും മാളുവിന്റെ കണ്ണുകൾ വിടർന്നു. അത് പാറു കണ്ടു. പോരെ പൂരം. പാറു ശിവയെ നന്നായി ഒന്ന് നോക്കി. അതേ ശിവ വീണു. സാർ. മാളു ശിവയുടെ അടുത്തേക്ക് ചെന്നു. മാളവിക, എല്ലാവരോടും കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറയും. ഞങ്ങൾ ഇപ്പൊ വരാം. വാ ശ്രീ. മാളവികയോട് പറഞ്ഞ് പാറുവിനെയും കൂടി അവൻ പുറത്തിറങ്ങി. പാറുവിനെ അവൻ ശ്രീ എന്ന് വിളിച്ചത് കേട്ട് കൊച്ചു അന്തം വിട്ടു. ശിവ പറഞ്ഞത് പ്രകാരം എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് ചെന്നു. കുറച്ചു സമയത്തിന് ശേഷം ശിവയുടെ കൂടെ പാറുവും അബിയും അജുവും ഹാളിലേക്ക് വന്നു. ശിവയുടെ കൂടെ വരുന്ന പാറുവിനെ കണ്ടപ്പോ ഓഫീസിലെ കുളക്കോഴികളും കാട്ടുകോഴികളും തലപൊക്കി. എന്ത് ഭംഗിയാടാ അവള്. കൂട്ടത്തിലെ ഒരു കുളക്കോഴി കാട്ടുകോഴിയോട് പറഞ്ഞു. അതെ, കണ്ണെടുക്കാൻ തോന്നില്ല. പാറു വന്ന് ശിവയുടെ അടുത്തിരുന്നു. അത് കണ്ട് മാളവികയുടെ മുഖം ഇരുണ്ടു. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ശിവ ചോദിച്ചു. ഉണ്ട് സാർ. ആ, എല്ലാവരെയും വിളിച്ചത് ഒഫീഷ്യൽ മീറ്റിംഗിനല്ല, തികച്ചും അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം പറയാനാണ്. അതെന്താണെന്ന ഭാവത്തോടെ എല്ലാവരും അവനെ നോക്കി. എന്താണ് സാർ? കൂട്ടത്തിലെ ഏതോ ഒരു ആവേശ് കുമാർ ചോദിച്ചു. ശിവ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഈ വരുന്ന 10-ന് എന്റെ കല്യാണമാണ്. എല്ലാവരും അന്തം വിട്ടു. കൂടുതൽ അന്തം പോയത് മാളുവിന്റെ ആയിരുന്നു. അവൾ വായും പൊളിച്ച് ശിവയെ തന്നെ നോക്കി. സാർ, ഇത്ര പെട്ടെന്ന്? പെട്ടെന്നോ? അല്ല, 3 വർഷത്തോളമായി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. പോയി, സകല കിളികളും പോയി. അറേഞ്ച് മാരേജ് ആണോ സാർ? നോ, ലവ് മാരേജ്. മാളവിക ആകെ പകച്ചു. ഞെട്ടാ ഇനിയും ബാക്കി. സാർ, എന്താ ഒരു ഒരുമ? ശിവ ചിരിച്ചു. അവരെല്ലാം അവനെ അത്ഭുതത്തോടെ നോക്കി. കാരണം ആദ്യമായിട്ടാണ് അവരെല്ലാം അവനെ ചിരിച്ചു കാണുന്നത്. ആടോ, ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞത്. അവളന്ന് ഫസ്റ്റ് ഇയർ. ഞാൻ ജോബിന് കയറാൻ വേണ്ടി ലേറ്റ് ആക്കിയതാണ് കല്യാണം. പിന്നെ അവളുടെ പഠിപ്പും. മാഡത്തിന്റെ പഠിത്തം കഴിഞ്ഞോ? ഇല്ല, ഫൈനൽ ഇയർ ആണ്. മാഡത്തിന്റെ പേരെന്താ സാർ? പാറുവിനെ നോക്കി ശിവ മനോഹരമായി പുഞ്ചിരിച്ചു. ശ്രീ പാർവതി, എന്റെ ശ്രീ. അടങ്ങാത്ത പ്രണയത്തോടെ അവൻ പറഞ്ഞു. അവന്റെ മുഖത്തെ തെളിച്ചു കണ്ണുകളിലെ പ്രണയവും കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മാളുവിന്റെ കിളികൾ ഇപ്പോഴും വന്നിട്ടില്ല. പാവം കൊച്ചു. ഒരു ഫോട്ടോ? മടിച്ചു ശരണ്യ ചോദിച്ചു. ആളെ നേരിട്ട് തന്നെ കണ്ടോ? ശിവ പാറുവിനെ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. മീറ്റ് മൈ ലവ്, മൈ ലൈഫ് ആൻഡ് മൈ എവരിതിങ്, ശ്രീ പാർവതി. ശ്രീ പാർവതി ശിവാനന്ദ്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിർത്തി. പാറുവിനെ കൊണ്ട് തല പൊക്കിയ കോഴികളെല്ലാം കൂട്ടിക്കയറി. മാളു ആകെ പെട്ടുപോയി. അവളുടെ മനസ്സിലൂടെ നേരത്തെ ക്യാബിന് വെച്ച് നടന്നതെല്ലാം ഓർമ്മ വന്നു. അവളുടെ കൈകൾ വിറച്ചു. പറയാൻ വന്നത് ഇതാണ്, എല്ലാവരും വരണം. ഈവനിങ് റിസപ്ഷന് ദുർഗ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ്. മറക്കരുത്, എല്ലാവരും വരണം. അവസാനം പറഞ്ഞത് മാളുവിനെ നോക്കിയാണ്. പിന്നെ ഇനി ഞാൻ ലീവാവും. എന്റെ പകരം അബിയ അർജുനും ഉണ്ടാവും ഇവിടെ. ഞാൻ വരുന്നവരെ അവർ ആവും. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അറിയാലോ. ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി. എല്ലാവരും അത് സമ്മതിച്ചെന്ന പോലെ തലയാട്ടി. എന്നാ പൊയ്ക്കോളൂ. എല്ലാവരും ഇറങ്ങിയപ്പോ പാറു മാളുവിനെ വിളിച്ചു. മാളു തിരിഞ്ഞു നോക്കി. അവളുടെ അടുത്തേക്ക് വരുന്ന പാറുവിനെ കണ്ട് അവൾ പേടിച്ചു. എംഡിയുടെ ഭാര്യയല്ലേ? ശിവ പാറുവിനെ തന്നെ നോക്കി നിന്നു. ഇടപെടാൻ പോയില്ല. എന്തിനാ വെറുതെ? പെണ്ണ് ഓഫീസാണെന്ന് നോക്കൂല. മോളെ മാളവിക, ഇനി നീ എന്റെ ശിവന്റെ പ്രേമം കോപ്പ് എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന ശ്രീ പാർവതി ശ്രീദുർഗ ആവാൻ അധികം സമയം വേണ്ടി വരില്ല. കേട്ടല്ലോ? ഇന്നത്തോടെ നിർത്തിക്കോ. ഇനി നീ വന്നാൽ ഇതുപോലെ ആവില്ല ഞാൻ പ്രതികരിക്കുക. ശാന്തമായി പാറു പറഞ്ഞു നിർത്തി. പാറുവിന്റെ ഭാവം കണ്ട് മാളവിക പേടിച്ചു പോയി. ശ്രീ, പോവാം. അവളുടെ അടുത്തേക്ക് വന്ന് ശിവ ചോദിച്ചു. ആ ഏട്ടാ. മാളവിക എന്തായാലും വരണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നീ ഇവിടെ കാണിച്ചു കൂട്ടിയതല്ല ഞാൻ മറക്കുകയാണ്. അതൊക്കെ ഇൻഫാച്വേഷൻ ആണ്. എന്റെ ജീവിതത്തിൽ ഈ ജന്മത്തിലെന്നല്ല അടുത്ത ജന്മങ്ങളിലെല്ലാം എന്റെ ശ്രീ മാത്രമേ ഉള്ളൂ. ഇനിയും ഞങ്ങൾക്കിടയിൽ വന്നാൽ ഒരുത്തൻ ജയിലിലുണ്ട്. അവനോട് ചോദിച്ചാൽ മതി ശിവനും അവന്റെ ശ്രീയും ആരാണെന്നും എന്താണെന്നും. അത്രയും പറഞ്ഞ് പാറുവിനെയും കൂട്ടി അവൻ നടന്നു. പാറുവിനെ ചേർത്ത് പിടിച്ച് അവളോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന ശിവയെ കണ്ട് മാളുവിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി വീണു. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവളുടെ ക്യാബിനിലേക്ക് പോയി. വൈകുന്നേരം മുറ്റത്തെ ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു പാറു. അപ്പോഴാണ് വീട്ടിലേക്ക് ഒരു കാർ വന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആളുകളെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. പാറു ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു. സർപ്രൈസ് ആയാലോ? എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വരുന്നത്.
എന്റെ പെണ്ണേ, നിന്റെ ഈ മുഖം കാണാനല്ലേ പറയാതിരുന്ന്. എന്നാലും ഇതിപ്പോ കല്യാണത്തിനെ വരുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച മുന്നേ വന്നില്ലേ, സന്തോഷായി. അവളുടെ മുഖത്തെ തിളക്കം കണ്ട് അവർ രണ്ടുപേരും ചിരിച്ചു. അല്ല, മക്കളെവിടെ? അവർ ദേ നിന്റെ ചേച്ചിയുടെ വീട്ടിലാണ്. കല്യാണത്തിന് അച്ഛനും അമ്മയും വരുമ്പോ കൊണ്ടുവരും. ശേ, കൊണ്ടുവരാമായിരുന്നു. അവർ വരും പെണ്ണേ, മറന്നു. വാ അകത്തേക്ക്. പാറു അവരെയും കൊണ്ട് അകത്തേക്ക് നടന്നു. അമ്മ നോക്കിയേ, ഇതാരാ വന്നേന്ന് പാറു വിളിച്ചു കൂവി. അലറാതെ പെണ്ണേ, ഞങ്ങൾ അകത്തേക്ക് തന്നെയല്ലേ. അപ്പോഴേക്കും പാറുവിന്റെ അലറ കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു. അതിഥികളെ കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ബാക്കി എവിടെ മോനെ? അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേവൻ ചോദിച്ചു. ബാക്കി ദേ ഇവിടെ കല്യാണത്തിന്. മക്കളും? ദേവി ചോദിച്ചു. അവരും, അവൾ പറഞ്ഞു. അങ്ങോട്ടേക്ക് ജിത്തുവും കുടുംബവും സച്ചിയും കുടുംബവും വന്നു. മച്ചു, അവരെ കണ്ട് അവൻ വിളിച്ചു. പോടാ, മിണ്ടരുത് നീ, ഞങ്ങളെ കല്യാണത്തിന് വന്നോ? അവന്റെ വയറിലേക്ക് കുത്തിക്കൊണ്ട് ജിത്തു ചോദിച്ചു. സോറിടാ, വരാൻ പറ്റിയില്ല, നിന്നോട് പറഞ്ഞതല്ലേ. ആ സങ്കടം തീർക്കാനാണ് ഞങ്ങൾ നേരത്തെ വന്നത്, അല്ലേടി? അതന്നെ. പ്രിയയും ആരതി വന്നവരെ മനസ്സിലാവാതെ നിൽക്കുകയാണ്. പാറു അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ പരിചയപ്പെടുത്തി. ഏട്ടത്തീസ്, ഇതെന്റെ മറ്റൊരു ഏട്ടനും ഏട്ടത്തി. അച്ഛയുടെ ഫ്രണ്ട് പ്രതാപങ്ങളുടെ മകനും ഭാര്യയും, സിദ്ധുവേട്ടനും മിത്തു ചേച്ചിയും. പാറു അവരെ പ്രിയയ്ക്കും ആരതിക്കും പരിചയപ്പെടുത്തി.